അപ്പൊ ശരി. അപ്പൊ സാറ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കണം. ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മന്ത്രിയായിട്ട് വരണം. ഞങ്ങൾ സാറ് കാണണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങള് നല്ല ധാരണയിൽ തന്നെ എത്തിപ്പെടണം. ഞങ്ങൾ സമയമാണ് ഞങ്ങള് പറയാതെ നിങ്ങളുടെ കാര്യം എപ്പോഴും പറയണ ആളാ. ഞാൻ പണ്ടുപോലെ ഈ ലയങ്ങളിലൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നിട്ടുള്ള ഒരാളാണ്. 2021 ഞങ്ങളെ ഒന്നും കൂടി പറഞ്ഞിട്ട് പോവാ. ഒന്ന് മിനിമം വേജിന്റെ കാര്യം, 2 സമയ ക്രമീകരണത്തിന്റെ കാര്യം, 2 ഈ ബോണസിന്റെ കാര്യം, അതിൽ ലയങ്ങളുടെ കാര്യം, പിന്നെ ചികിത്സയുടെ 5 കാര്യം. ബോണസിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി മന്ത്രിയായിട്ട് ഞങ്ങളെ മുന്നിൽ കാണണം. കൂലിന്റെ കാര്യം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ മുന്നിൽ ആദ്യമായി കാണേണ്ടതാണ്. എല്ലാ സാധനത്തിന്റെ വില ഒക്കെ നമുക്ക് അറിയണല്ലേ. PLC കൂടാതെ ചിലപ്പോ എന്താ അറിയാ, അത് ചിലപ്പോ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് ഇടക്കാലാശ്വാസം പറയാം. ഇടക്കാലാശ്വാസം ഞങ്ങൾക്ക് വേണ്ട. ആ 1000 ഉറുപ്പ തന്നത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇപ്പൊ റിട്ടയർഡ് ആയ ആൾക്കാരെ സർവീസ് കിട്ടണമെങ്കിൽ ഈ 1000 ഉറുപ്പയുടെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനത്തെ തട്ടിപ്പ് അന്ന് ചെറിയ പ്രശ്നം വന്നപ്പോ ഈ ഓണത്തിന് ആനുകൂല്യം ഒന്നും ഇല്ലാത്തപ്പോ ഒരു ഇടക്കാല ആശ്വാസമായിട്ട് ചെറിയ പൈസ കൊടുത്തു. അതേ മറിച്ച് തിരിച്ചു കൊടുക്കാൻ എന്തൊരു മര്യാദ. വേറൊരു ചെറിയ HML 202 സർവേ നമ്പറിലെ ഈ ലൈഫിന്റെ ഭവനങ്ങളൊന്നും കിട്ടാത്തൊരു HML സ്റ്റേ, അത് ലൈഫായിട്ട് ഇത് മിക്സ് ചെയ്തോണ്ടാണ് അത് നമുക്ക് മാറ്റാതെ. ഞാനത് നോക്കിയിട്ടുണ്ട്. ഞാൻ ആ ലൈഫായിട്ട് അത് മിക്സ് ചെയ്തോണ്ടാണ്. ലൈഫായിട്ട് മിക്സ് ചെയ്താൽ ഒരിക്കലും കിട്ടില്ല വീട്, ഒരിക്കലും കിട്ടില്ല. അത് പ്രത്യേക ഭവന പദ്ധതിയെ പറ്റുള്ളൂ. ലൈഫായിട്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം? ഈ പഞ്ചായത്ത് ഇപ്പോൾ പ്രസിഡന്റ് നടക്കുമോ? നിങ്ങൾക്ക് 200 പേർക്ക് വീട് ആകെ 5 കൊല്ലം അത്രയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു പഞ്ചായത്തിൽ. അത് നമുക്ക് നോക്കാം കേട്ടോ. അതിൽ നിന്ന് മാറ്റണത് അത് പ്രത്യേക ഭവന പദ്ധതിയാക്കാം. നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾ പൂവിനെ കുറിച്ച് പറയണം. ആ